ഓ കലക്കി. ബാറൂക്കിന്റെ ഫ്ലവർ പോട്ട് കാരണം 4 വശത്തും പ്രകാശം പറന്നിരിക്കുകയാണ്. അവസാനം കീക്കോയെ പോലത്തെ വലിയ മീൻ പോലും എന്റെ വലയിൽ വന്ന് കുടുങ്ങിക്കിടക്കുക. നീ ആള് കൊള്ളാലോ ഡോഡോ. നിന്റെ സ്റ്റാള് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കലക്കി ഡോഡോ. നീ ഇപ്പൊ റെഡിയാക്കിയ സ്റ്റാൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ awesome. താങ്ക് യു ട്വിങ്കിൾ കീക്കോ. നിങ്ങൾ രണ്ടുപേരെയും ബാനേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഡോഡോ. താങ്ക് യു ഡോഡോ. കാണാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് ഇപ്രാവശ്യം ഗ്രീൻ ദിവാലി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്രാവശ്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, നമ്മൾ ഈക്കോ ക്രാക്കേഴ്സ് വെച്ച് 0 പൊല്യൂഷൻ ദിവാലി സെലിബ്രേറ്റ് ചെയ്യാം. 0 അല്ല, 00 പൊല്യൂഷൻ ഫ്രീ ദിവാലി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഷെടാ എന്റെ ദൈവമേ, ബർഗേഴ്സ് പോലും ഒറ്റയടിക്കങ്ങ് തീർന്നു പോയല്ലോ. ഞാൻ ഇപ്പൊ തന്നെ കടക്ക് ചെന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് വന്നേക്കാമേ. ഓക്കേ ഡോഡോ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു സ്റ്റോളിന്റെ ഡെക്കറേഷൻ കൂടി ബാക്കിയുണ്ട്. ഞാൻ ദാ പോയി ദേ വന്നേക്കാന്നേ. ആരോ ഈ പൂക്കുറ്റി എടുക്കാൻ മറന്നുപോയി ഇവിടെ വിട്ടേച്ചു പോയിരിക്കുക. ഇത് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാ തോന്നുന്നത്. ബാറൂത്ത് ഇവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കും. ആർക്കും തന്നെ ഈക്കോ ക്രാക്കേഴ്സ് ബേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. പക്ഷേ കണ്ടിട്ട് ഇവിടെ എല്ലാം നോർമൽ ആണല്ലോ. പക്ഷേ ഡോഡോ എവിടെ? വാ ട്വിങ്കിൾ, നമുക്ക് ചെന്ന് അവനെ നോക്കാം. ഈ ടോണിയും റോൾ നമ്പർ 420 കൂടെ ഡോഡോയെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാവാം. ഇന്ന് ഞാൻ ടോണിയോട് നേരിട്ട് സംസാരിച്ചേ പറ്റൂ. കിക്കോ, റോൾ നമ്പർ 420 നീ എന്താണ് ചെയ്തത്? എന്താ റോൾ നമ്പർ 420യോ? അതെ, വേഗം പറ, നീ അവരെ എന്താ ചെയ്തത്? അവരെവിടെ പോയെന്ന് എനിക്കറിയില്ല. ആ കാര്യം നിനക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാം? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി റോൾ നമ്പർ 420യെ ഒരു പൂക്കുറ്റി കൊടുത്ത് നിന്റെ പുറകെ കത്തിച്ച് പേടിപ്പിക്കാൻ അയച്ചതാ. ടോണി, ശരിക്കും പറയാം, ഞങ്ങൾക്കറിയില്ല. റോൾ നമ്പർ 420 എവിടെയാ ഞങ്ങൾക്ക് അറിയില്ല. എന്താ പറഞ്ഞത്? പൂക്കുറ്റി അവരോട് എന്റെ പുറകിൽ കൊണ്ടൊന്ന് കത്തിക്കാൻ പറഞ്ഞെന്നോ? അതെ, കണ്ടോ? എനിക്ക് അപ്പോഴേ അറിയാം നീ 420 എന്തോ ചെയ്തിട്ടുണ്ട്. പറ, നീ എന്താ ചെയ്തത്? റോൾ നമ്പർ 420യും പൂക്കുറ്റി കത്തിക്കാൻ വന്നിട്ടുണ്ട്. ഡോഡോയും ആ പൂക്കുറ്റിയുടെ അടുത്തുനിന്നാ കാണാതെ പോയത്. അപ്പൊ ഈ രണ്ട് കേസിന് ലിങ്ക് ഒന്ന് തന്നെയാണ്.
ഞാനിപ്പോ എവിടെയാ? ഞാൻ എങ്ങനെയാ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്? റോൾ നമ്പർ 420, നിങ്ങളെന്താ ഇവിടെ? നമ്മളിപ്പോ എവിടെയാ? നീ ഇപ്പൊ വളരെ ദൂരെയാണ്, വളരെ വളരെ ദൂരെയാണ്. എന്റെ സാമ്രാജ്യത്തിലേക്ക്, ബാറൂഖിന്റെ പടക്ക സാമ്രാജ്യത്തിലേക്ക്. താൻ എന്തിനാണ് ഞങ്ങൾ എല്ലാവരെയും ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? കൊച്ചു കുട്ടികളല്ലേ നിങ്ങള്, പക്ഷെ നിങ്ങൾ സ്വയം വലിയ സ്മാർട്ടാന്ന് കരുതിയിരിക്കുക. ഗ്രീൻ ദിവാലി, ക്ലീൻ ദിവാലി. മേയർ, എന്റെ മോനെ കാണുന്നില്ല. എന്റെ മോനെയും കാണുന്നില്ല. എന്റെ കുട്ടിയും കാണുന്നില്ല. ഈഷ്, നിങ്ങൾ ആരും വിഷമിക്കണ്ട. കുട്ടികൾ ഒരുപക്ഷേ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സൺ സിറ്റിക്ക് ഒരു അതിഭയങ്കരമായ അപകടം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാറൂദ് എല്ലാം നശിപ്പിക്കും. ഒന്നും ഞാൻ വിട്ടുവെക്കില്ല. ഈഷ്, അല്ല, നീ ആരാണ്? നീ എവിടുന്ന വന്നിരിക്കുന്നത്? ഓ, ഞാൻ ചില സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതൊക്കെ കളർഫുൾ ആയ സാധനമാണ്. ഞാൻ എന്റെ കൈ കൊണ്ട് കൊണ്ടുവന്നിരിക്കുക. ഓൾറെഡി ഞങ്ങൾ ഇപ്പൊ ടെൻഷനിലാണ്. ഈ സമയത്ത് നീ പ്രോഡക്റ്റ് വിൽക്കാൻ വന്നിരിക്കുന്നു പറയുന്നു. ടോട്ടൽ സൺ സിറ്റിയിലും ഈ ബാറൂദിന്റെ പടക്കങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സൺ സിറ്റിയോ അല്ലെങ്കിൽ സൺ സിറ്റിയുടെ ഗവൺമെന്റോ ആ പ്രോഡക്ട്സ് വാങ്ങിയേ പറ്റൂ. നിങ്ങൾ എല്ലാവരുടെയും എന്റെ പടക്കങ്ങളുടെ സ്റ്റോക്ക് വാങ്ങിച്ചേ പറ്റൂ. ഇല്ല, പടക്കങ്ങൾ കാരണം പൊല്യൂഷൻ ഉണ്ടാവുകയാണ്. മാത്രമല്ല, ഞാൻ പൊല്യൂഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്നവനുമാണ്. എന്നാ ശരി മേയർ, കുട്ടികളെല്ലാം കാണാതെ പോയതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോ നിങ്ങൾ എല്ലാവർക്കും ഞാനിപ്പോ പറഞ്ഞ കാര്യം ചെയ്തു കൊള്ളാമെന്ന് തോന്നും. ഈഷ്, കുട്ടികളോ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ നിന്റെ കയ്യിലുണ്ടെന്നാണോ? മമ്മി, ആ, കുട്ടികളെല്ലാം ഈ സിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ അവരെ എല്ലാവരെയും ടോട്ടലായിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. 10 ലക്ഷത്തിന് പടക്കത്തിന് പകരം 1 കോടി രൂപ വേണമെന്നോ? എന്റെ ഭഗവാനേ! ഏയ് മേയർ, മൊത്തമായിട്ട് 1 കോടി രൂപ. എന്റെ ഈ ഡിമാൻഡ് നിങ്ങൾ ഫുൾഫിൽ ചെയ്തേ പറ്റൂ. അത് അത്ര പെട്ടെന്ന് നടക്കില്ല ബാറു. പടക്കം പൊട്ടിച്ചാൽ പൊല്യൂഷൻ ഉണ്ടാവും. അത് റോങ് ആണ്. നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. കുട്ടികളെ തിരിച്ചേൽപ്പിച്ചേക്ക്. സോറി, നീ പറഞ്ഞ തെറ്റാ. നിങ്ങൾക്ക് കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ 1 കോടി രൂപ അത് ഉടൻ തന്നെ എന്റെ കയ്യിൽ വന്ന് എത്തണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സിറ്റി മൊത്തം തലകീഴായി മാറ്റിയെടുക്കും ഈ ബാറൂഖ്. അല്പസമയത്തിനുള്ളിൽ എന്റെ പടക്കങ്ങൾ പൊട്ടിത്തെറിക്കും. ഈഷ്, കിക്കോ, എനിക്കിപ്പോ തോന്നുന്നത് നമുക്കവൻ ചോദിച്ച പൈസ അങ്ങ് കൊടുത്തേക്കാമെന്നാണ്. അത് വേണ്ട മേയർ അങ്കിൾ. ബാറൂത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും തേടി കണ്ടെത്താം. നീ എങ്ങനെ അവനെ തേടി കണ്ടെത്തും കീക്കോ? നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ലെന്നേ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
കലക്കി. ബാറൂക്കിന്റെ ഫ്ലവർ പോട്ട് കാരണം 4 വശത്തും പ്രകാശം പറന്നിരിക്കുകയാണ്. അവസാനം കീക്കോയെ പോലത്തെ വലിയ മീൻ പോലും എന്റെ വലയിൽ വന്ന് കുടുങ്ങിക്കിടക്കുക. ഡോഡോ, റോൾ നമ്പർ 420. കീക്കോ, നീ എങ്ങനെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയത്? ഹലോ കുട്ടികളെ, ഇനി നിങ്ങളുടെ ഹീറോ പോലും എന്റെ ഈ പ്രിസണിൽ വന്നിരുന്ന് കിടക്കും. കുടുങ്ങുന്നത് ഞാനല്ല, നീയായിരിക്കും ബാറൂദ്. ഇപ്പൊ തന്നെ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതാണ്. നീ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നല്ലേ? അപ്പൊ അതുപോലെ ഞാനും അതിനേറ്റ പോലെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ഇത് കണ്ടോ? ഇതോടെ നിന്റെ കളി അവസാനിപ്പിക്കും ബാറൂദ്. നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. നീ പറയുന്നത് ഇനി ഒന്നും ഈ R7 കേൾക്കില്ല. ഈ R7ൽ ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതും എന്റെ അടയാളത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്ന കീക്കോ? ഇനി നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബാറൂക്കായിരിക്കും ഭയങ്കരമായ ബ്ലാസ്റ്റ്. അതിനുശേഷം ആർക്കും ഈ കോപ്പടക്കം പൊട്ടിക്കാനാവില്ല. എന്നെ പിടിക്കാൻ ശ്രമിച്ച പലരും ഇതോടെ കാണാതെ പോയിരിക്കുക. അതായത് എന്റെ 100 കോടി രൂപ ഇപ്പൊ റെഡി ആയിരിക്കുന്ന തോന്നുന്നത്. സൂപ്പർ സ്പീഡോടെ സഹായമൊന്നും ഇല്ലാതെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഇത്രയും ഉയരമുള്ള സ്ഥലത്തൊന്നും എനിക്ക് പോലും രക്ഷപ്പെടാനാവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശ? കുട്ടികളെ, നിങ്ങൾ എങ്ങനെ ഇവിടെ ഒന്ന് കുടുങ്ങിപ്പോയത്? മുത്തശ്ശ, ആ ബാരൂദ് അൺകോൺഷ്യസ് ഗ്യാസ് യൂസ് ചെയ്ത് ഞങ്ങളെ പിടിച്ച് പ്രിസണിലിട്ടു. മുത്തശ്ശൻ ഈ പ്രിസണിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി അറിയോ? പുറത്തേക്ക് വരാനുള്ള വഴിയൊന്നും എനിക്ക് അറിയില്ല മോനെ. പക്ഷെ നിനക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു മുത്തശ്ശ. ഞാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെയും സഹായിക്കാൻ ശ്രമിക്കാം. താങ്ക് യു മോനെ. ഞങ്ങൾ ഈ ബാറൂക്കിന്റെ ഫാക്ടറിയിൽ ഒന്ന് കുടുങ്ങിപ്പോയി കിടക്കാം. ഞങ്ങൾക്കും പുറത്തേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞങ്ങൾ പുറത്തു പോകും. എല്ലാവരോടും അവരുടെ ബോട്ടിൽസ് ഫില്ല് ചെയ്ത് വെക്കാൻ മുത്തശ്ശനൊന്ന് പറഞ്ഞേക്ക്. അടുത്ത പ്ലാൻ ഞാൻ മുത്തശ്ശനോട് പിന്നെ പറയാം. എല്ലാവരും ഒരുമിച്ച് കിക്ക് ചെയ്യ്, ഇപ്പൊ തന്നെ. നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ അത് വേഗം തരൂ.
മണ്ണിന്റെ കൂടെ വെള്ളം കലർത്തിയിട്ട് ബാരൂത്തിന്റെ എല്ലാ എക്യുപ്മെന്റ്സും ഫെയിലാക്കിയേക്ക്. എനിക്ക് മനസ്സിലായി. കുട്ടികൾ, നിങ്ങൾ എല്ലാവരും എന്റെ ഒപ്പം വരൂ. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. റോക്കറ്റ് ബ്രെയിൻ വെച്ച് ഞാൻ ഒരുപാട് കാശുണ്ടാക്കി. ഇപ്പൊ ബാറു കോടീശ്വരനാവും. ബാറൂഖിന്റെ രക്തം ഇപ്പൊ തിളക്കിയാണ്. ഇനി ഒറ്റൊരുത്തനും ഇവിടുന്ന് രക്ഷപ്പെടില്ല. കേക്കോ, അവന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിൽ കീ ഉണ്ട്. താങ്ക് യു കീക്കോ. ഇനി എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. വേണ്ട അങ്കിൾ, നിങ്ങൾ എല്ലാവരും പോയിക്കോ. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിച്ചേ പറ്റൂ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിമണ്ണ് കൊണ്ട് നിന്റെ ക്രാക്കേഴ്സ് ഫെൻസിംഗ് മുഴുവനും ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ നീ ചെയ്യേണ്ട എന്താണെന്നറിയോ? മര്യാദയ്ക്ക് എന്റെ R7ഉം എന്റെ പണമും തിരിച്ചു തന്നേക്ക്. കൊച്ചു ചെക്ക, R7 വേണമെങ്കിൽ നീ ഇപ്പൊ കോരങ്ങനെ പോലെ അഭിനയിക്കണം. പക്ഷെ R7 ഇപ്പൊ ഉള്ളത് എന്റെ സ്കൈ ബലൂണിന്റെ അകത്താണ്. ദേ നോക്കൂ, ഇത് പ്ലാൻ ബിക്കുള്ള സമയമാണ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. കീക്കോ, വളരെ ഇന്റലിജന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നീ എന്റെ ഫാക്ടറി മൊത്തം തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തകർക്കാനാവില്ല. സൺസിറ്റി മൊത്തവും ഞാൻ തലകീഴായി മാറ്റി മറയ്ക്കും. എല്ലാവരെയും പടക്കം പൊട്ടിച്ച് എല്ലാവരെയും നശിപ്പിക്കും.
സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 817. ഓക്കെ കിക്കോ. ഇതോടെ നിന്റെ കളി അവസാനിച്ചു ബാറു. അവസാനിച്ചെന്നോ? നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിന്റെ ആ സ്പെഷ്യൽ കിക്ക് എന്റെ മേലെ ഉപയോഗിക്കാൻ പോവുകയാണോ? ഒരു പക്ഷെ സ്പെഷ്യൽ കിക്ക് നീ എന്റെ മേലിൽ യൂസ് ചെയ്താൽ അപ്പൊ ഈ പാടം മൊത്തം തീയിൽ കത്തി കരിഞ്ഞു പോകും. വേറൊരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ. ഒരു മിനിറ്റ്, ഞാൻ തന്നെ അങ്ങ് പേടിച്ചു പോയി. എനിക്കൊരു പേടിയില്ല, കാരണം എനിക്ക് നന്നായി അറിയായിരുന്നു എന്റെ ഈ കൂട്ടുകാരൻ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ എത്തുമെന്ന്. പലരും പല കാര്യത്തിൽ ഗുലുമാർ ഒപ്പിക്കാറുണ്ട്. പക്ഷെ നീ പടക്കത്തിൽ ഗുലുമാലിപ്പിച്ച് എല്ലാരും കളിപ്പിച്ചു. എന്തായി പറയുന്നേ? ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് ഇപ്പോ കോഡ് ലാംഗ്വേജിൽ എന്താ പറഞ്ഞു വരുന്നേന്ന് വെച്ചാൽ ഐ ആം അണ്ടർ അറസ്റ്റ്. നീ വന്നിട്ട് എല്ലാ കുട്ടികളെയും രക്ഷിച്ചു. പക്ഷേ നമ്മുടെ പണം മുഴുവനും ചിലവായി പോയി. ഇനി എനിക്ക് ഒരു ഷോപ്പിംഗും ചെയ്യാൻ പറ്റില്ല മമ്മി. അതേതായാലും കലക്കി കീക്കോൻ സൂപ്പർ സ്പീഡോ വീണ്ടും നിങ്ങളൊരു കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ഒരിക്കലും റോങ്ങിന്റെ മുമ്പിൽ തോൽക്കില്ലെന്ന് നിരൂപിച്ചിരിക്കുകയാണ്. ദീപാവലി ദിവസം പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ഉണ്ടാവില്ല. എന്നാരാ പറഞ്ഞത്? പൊല്യൂഷൻ ഇല്ലാതെ മൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് ദിവാലി ആഘോഷിക്കാൻ പറ്റും. ദേ നോക്ക്.